എന്തുകൊണ്ടാണ് അന്റാർട്ടിക്കയെ വൈറ്റ് ഡെസേർട്ട് അഥവാ വെളുത്ത മരുഭൂമി അല്ലെങ്കിൽ മഞ്ഞു മൂടിയ നരകം എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം. ഇതിനും വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്ന കാര്യം നമ്മുടെ സ്കിന്നെല്ലാം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാരണം ഐസുമായി ബന്ധപ്പെട്ടതാണ്. ഐസിൻ്റെ അളവൊക്കെയാണ്. ആർട്ടിക്കിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജനവാസമുള്ളതായിട്ട് ചില ഗോത്രങ്ങളൊക്കെ തന്നെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അന്റാർട്ടിക്കയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ആർട്ടിക്കയിൽ ചുരുങ്ങിയ അളവിൽ മാത്രമേ പാളിയായി മഞ്ഞുള്ളൂ എങ്കിൽ ഇവിടെ അന്റാർട്ടിക്കയുടെ കാര്യത്തിൽ കിലോമീറ്ററുകളോളം കനത്തിൽ മഞ്ഞുണ്ട്. അതോടൊപ്പം തന്നെ ഭൂമിയിലെ മൊത്തം ശുദ്ധജലത്തിൻ്റെ 70% ഐസ് രൂപത്തിൽ അന്റാർട്ടിക്കയിലാണുള്ളത്. മൂന്നാമത്തെ ഒരു കാരണം വരുന്നത് ഇവിടുത്തെ കൊടിയ തണുപ്പ് തന്നെയാണ്. അതും ആർട്ടിക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ വേനൽ കാലഘട്ടത്തിലെ ഒരു താപനില എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചിലപ്പോഴൊക്കെ ചില ന്യൂസിൽ നമ്മുടെ നാട്ടിലെ ചില പ്രദേശങ്ങൾ, മൂന്നാർ പോലുള്ള അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെയും തണുപ്പ് വലിയ രീതിയിൽ കുറയാറുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ 12ഉം 10ഉം ഒക്കെ എത്താറുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇതേ ഒരു അവസ്ഥ ആർട്ടിക്കിലുണ്ട് വേനൽക്കാലത്ത്. പക്ഷേ നേരെ നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് നോക്കുമ്പോൾ അവിടെ വേനൽക്കാലത്ത് പോലും താപനില എന്ന് പറയുന്നത് -15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഏറ്റവും കൂടുതൽ തണുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ -90 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടുത്തെ താപനില എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയും ദുർഘടമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അന്റാർട്ടിക്കയിലുള്ളത്. വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു ലോങ് ഫോം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഏതായാലും താഴെ ചേർക്കുന്നുണ്ട്. റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.